എൻ്റെ പേര് സുദീപ്. ഫേസ്ബുക്ക് തുറക്കാൻ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ യൂട്യൂബർമാരുണ്ട്. എല്ലാവരെയും അടച്ച് പറയുന്നതല്ല, നല്ലവരുമുണ്ട്. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പാവപ്പെട്ടവരുടെ കാര്യങ്ങൾ അന്നദാനം ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഈ FB നോക്കുമ്പോൾ കുറേ യൂട്യൂബർമാരുണ്ട്. മൊബൈൽ ഫോണും കൊണ്ടങ്ങ് പോവുകയാണ്. എന്നിട്ട് ആ നടി കൊടുത്ത സാരിയുടെ കളറ് കണ്ടോ, ആ നടി പോയിട്ട് വെള്ളം മേടിച്ചിട്ട് മിനറൽ വാട്ടർ മേടിച്ചിട്ട് അടപ്പ് തുറന്ന് കുടിക്കുന്നത് കണ്ടോ? മിനറൽ വാട്ടർ മേടിച്ച് കഴിഞ്ഞാൽ അടപ്പ് തുറക്കാതെ പിന്നെ എങ്ങനെ കുടിക്കും? അവൾ വന്ന കാറ് കണ്ടോ? ആഹാരം കഴിക്കുന്ന രീതി കണ്ടോ? സ്പൂണ് കൊണ്ട് കോരി കഴിക്കുന്നത് കണ്ടോ? എൻ്റെ യൂട്യൂബർമാരെ, നല്ല യൂട്യൂബർമാരുണ്ട്, എല്ലാം നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഇമാതിരി നാണം കെട്ട പരിപാടിക്ക് നടക്കുന്ന യൂട്യൂബർമാർ ഒരു കാര്യം മനസ്സിലാക്കണം. വല്ല കൂലിപ്പണിക്കും പൊക്കിയൂടെയുടെ നിങ്ങൾക്ക്. എന്നെ പൊങ്കാലയിടാനൊന്നും വരണ്ട. പക്ഷേ സത്യം കുറേ നാൾ കൊണ്ട് ഞാൻ വിചാരിക്കണേണ് ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന്. കാര്യം എന്ന് പറഞ്ഞാൽ അവളെടുത്ത സാരിക്ക് എന്ത് വില? ഏത് കടയിൽ നിന്ന് മേടിച്ചത്? ഇന്ന് ഒരാളുടെ ചോദിച്ച് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചേച്ചി സാരി ഇത് എവിടെ നിന്ന് മേടിച്ചത്? കടയിൽ നിന്ന്. പിന്നെ കടയിൽ നിന്നല്ലാതെ പിന്നെ വേറെ എവിടെ നിന്നെങ്കിലും സാരി മേടിക്കാൻ പറ്റും? നിനക്കൊക്കെ വേറെ വല്ല പണിയും ചെയ്തുകൂടെടാ? യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ ചെയ്യും. എത്ര കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അവരെ ദുരിതവും കാര്യങ്ങളും മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ നോക്ക്. അല്ലാതെ അവർ കുറേ നടിമാർ വെള്ളം കുടിക്കണം. ഇപ്പം നടി ഒരാൾ ഒരു ജ്യൂസ് കുടിക്കണ സ്ട്രാ ഇട്ട് കുടിക്കണ ഉണ്ടാകുന്നു. സ്ട്രാ ഇട്ടല്ലാതെ കുടിച്ചാൽ എന്ത് പറ്റുമെന്നാണ് അവൻ ചോദിക്കണത്. ഇതൊക്കെ നിനക്കൊക്കെ വേറെ ജോലിയൊന്നുമില്ലേ? ഇതിനേക്കാൾ പോയി ചത്തുകൂടെ നിനക്കൊക്കെ? എന്തിനിങ്ങനെ യൂട്യൂബറായിട്ട് നടക്കണം? ഈ FB തുറക്കപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു പോകണേണ് എന്താണ് സംഭവം എന്ന് നോക്കാൻ വേണ്ടിയാണ് പലരും കണ്ടു പോകണത്. എന്നിട്ട് അതിൻ്റെ അടിയിൽ എഴുതുന്ന കമൻറ്റെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ട് തള്ളയ്ക്കും തന്തയ്ക്കും വരെ വിളിച്ചല്ലേ കമൻറ്റ് എഴുതുന്നത്. ഇത് കണ്ട് തീരപ്പുറത്തൊക്കെയാണ് ഈ കണ്ട് തീർന്നവൻ്റെ രോഷം വരണം. അതിൻ്റെ ഒരു പ്രതിഫലമാണ് നിങ്ങൾ കാണുന്നത്. അതുപോലും മനസ്സിലാക്കാൻ കഴിയില്ലാത്ത നിങ്ങളൊക്കെ എന്താണ് യൂട്യൂബറായിട്ട് നടക്കണത്? നല്ല കാര്യങ്ങൾ ചെയ്യും. നല്ല കാര്യങ്ങൾ പാവപ്പെട്ടവർക്ക് ഇനിയിപ്പോൾ സ്കൂൾ തുറക്കണം, 10 പിള്ളേർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അങ്ങനെയുള്ള ചെയ്യും. നാടിയവിടെ അവളെ ചെരുപ്പ് കണ്ട, ചെരുപ്പിൻ്റെ പൊക്കം കണ്ട, ദാഹിച്ചപ്പോൾ വെള്ളം കുടിക്കണം. ചോറ് തിന്നണത് കൈ കൊണ്ടാണ് വാരി തിന്നണത്. കൈ കൊണ്ടല്ലാതെ പിന്നെ കാലുകൊണ്ട് വാരി തിന്നും. നിനക്കൊക്കെ വേറെ ജോലിയൊന്നും ഇല്ലേടെ യൂട്യൂബർമാരെ? എന്നെ പൊങ്കാല ഇടാനൊന്നും വരേണ്ട, സത്യം തന്നെയാണ് പറഞ്ഞത് കേട്ടാ.